ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് റിലേറ്റഡ് എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ് മാർക്കറ്റിൽ വലിയ രീതിയിൽ വീണ്ടും ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രോത്ത് ഓറിയൻറ്റഡ് അതുപോലെ തന്നെ കോമൺ മാന് അനുകൂലമായിട്ടുള്ള ബഡ്ജറ്റ് ആയിരിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം Q1 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ടെക്നോളജി കമ്പനികളുടെ റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പൊതുവേ ഒരു എന്തൂസിയാസം ഉണ്ട്. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഫ്ലാറ്റ് ട്രെൻഡ് ആണെന്ന് മോർണിംഗിൽ കാണിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സ് 533.06 പോയിന്റ് താഴെയും, അതുപോലെ തന്നെ S&P 500 43.68 പോയിന്റ് താഴെയും, നാസ്ഡാക്ക് 125.71 പോയിന്റ് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 15.9 ഉയർന്നിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. തീർച്ചയായിട്ടും US ഫെഡിൻ്റെ നീക്കങ്ങളായിരിക്കാം അമേരിക്കൻ മാർക്കറ്റിൽ ഇനി വലിയ രീതിയിലൊരു മൂവ്മെൻറ്റിനൊക്കെ കാരണമാവാൻ പോകുന്നു. ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ അമേരിക്കയിൽ Q2 റിസൾട്ടുകളെല്ലാം തന്നെ മിക്സഡ് റിയാക്ഷനാണ്. എന്നിരുന്നാലും മേജർ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകളാണ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കാണ്. പക്ഷേ കോപ്പർ, അലുമിനിയം ഒക്കെ ഇന്ന് റിക്കവറി ട്രെൻഡിലാണ് ഇന്ന് മോർണിംഗിൽ. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2431.25 പെർ ഔൺസിനാണ്. ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് മേജറായിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ജൂലൈ 23 പുറത്തു വരുന്ന യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ, ഇന്ന് ധാരാളം Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. റിലയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു മേജർ പല കമ്പനികളുടെയും റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. ആ റിസൾട്ടിനനുസരിച്ചുള്ളൊരു ഇൻഡിക്കേഷനാണ്, ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പൊതുവേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് റോസ് നോക്കുകയാണെങ്കിൽ IDBI ബാങ്കിൻ്റെ ഡൈവെസ്റ്റ്മെൻറ്റിന് ഉള്ള കാൻഡിഡേറ്റ്സ്, ബിഡ് ചെയ്തിരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. കാത്തലിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഒക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ബിഡ് ചെയ്തിരുന്നത്. ഇവരെല്ലാവരും ഫിറ്റ് ആൻഡ് പ്രോപ്പർ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും IDBI ബാങ്കിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്ത ആഴ്ചകളിൽ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. IDBI ബാങ്കിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. പക്ഷേ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ ഓൾറെഡി ഒരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ഭാരതി എയർടെൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു ഓർഡർ MOU വന്നിട്ടുണ്ട്. ടാക്സ് നെറ്റ് 2.00 പ്രൊജക്റ്റിലേക്ക് വേണ്ടിയാണ്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഹോളിഡേ സീസൺ, മൺസൂൺ ഹോളിഡേ സീസണിൽ വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഹോട്ടൽസിന് കിട്ടിയിരിക്കുന്നത്. 25% കമ്പാരിറ്റീവ്ലി ബുക്കിംഗ് ഹയർ ആണെന്നാണ് പറയുന്നത്. പൊതുവേ മൺസൂൺ സീസണിൽ ബുക്കിംഗ് കുറവാവാറാണ് പൊതുവേ. പക്ഷേ ഇപ്രാവശ്യത്തെ മൺസൂൺ സീസണിൽ വലിയ ബുക്കിംഗ് ആണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഹോട്ടൽസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, മറ്റ് ഹോട്ടൽ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ക്ലബ് മഹീന്ദ്ര പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ടാറ്റ കൺസ്യൂമർ ജൂലൈ 23 റൈറ്റ്സ് ഇഷ്യൂ ഡിസൈഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ് സിറ്റി ഗ്രൂപ്പിൻ്റെ കണക്കുകൂട്ടൽ. തീർച്ചയായിട്ടും ഡിക്സൺ ടെക്നോളജീസ്, ആംബർ എൻ്റർപ്രൈസസ്, അതുപോലെ PG ഇലക്ട്രോപ്ലാസ്റ്റ്, ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചൊരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിലുണ്ടാവാം. നമ്മുടെ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ് ശേഷമാണ് നമുക്ക് ഏതൊക്കെ സെക്ടറിലാണ് കൂടുതലായിട്ടുള്ള ഇമ്പാക്റ്റ് വരുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ റെയിൽവേസ്, ഡിഫൻസ്, ഇൻഫ്രാ റിലേറ്റഡ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ പവർ സെക്ടർ, ഈ സെക്ടറിലൊക്കെ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരുന്നുള്ളൊരു ന്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്.
അപ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ നമുക്ക് ബഡ്ജറ്റിന് ശേഷമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം ഇന്നലെ ധാരാളം സ്റ്റോക്ക് പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. പുതിയ മാർക്കറ്റ് ട്രെൻഡൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻസ് ആണ്. എല്ലാവരും മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.